സ്വാമിജിയെ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങാൻ മാത്രമാണ് സായിപ്പ് ഈ നാട്ടിലേക്ക് വന്നത്. വളരെ സന്തോഷം. അന്യനാട്ടിലെ ജനങ്ങൾ പോലും നമ്മളുടെ തത്വങ്ങളിൽ വിശ്വസിക്കുന്നു. അതുതന്നെ നമുക്ക് ദൈവീകമായ വലിയൊരു അനുഗ്രഹമാണ്. Your Holiness, I don't know how to thank you for the privilege you have given me for meeting you. വളരെ സന്തോഷം. മിസ്റ്റർ ജാക്സൺ മാലയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതായി പ്രൊഫസർ ഹിംസെ നമ്മെ അറിയിച്ചിരിക്കുന്നു. വിവിധ വർഗങ്ങളും സംസ്കാരങ്ങളും ഇപ്രകാരം ബന്ധപ്പുലർത്തി കാണണമെന്നുള്ളതാണ് നമ്മുടെയും അഭിലാഷം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഭക്തജനങ്ങളെ, നമ്മളുടെ അതിഥിക്ക് വേണ്ടിയും ലോക സമാധാനത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ. 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 Some very important records. നിങ്ങൾക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ചില രേഖകളാണിത്. Thank you, Mr. Silverhead. You are a very brave man. Thank you, sir. We can mint money by this. സായിപ്പ് കോടിക്കണക്കിന് സമ്പാദിച്ചാൽ ഞങ്ങളും കോടീശ്വരന്മാരാണ്. Sure. What about Miss Mala? മിസ്റ്റർ രാജ, ധ്വരയ്ക്ക് മാലയെ കല്യാണം കഴിക്കണമെന്നൊരാഗ്രഹം നമ്മളത് സാധിച്ചു കൊടുക്കും. Yes. Sweet girl. മിസ്റ്റർ രാജ, ഇന്ന് വൈകിട്ട് 6 മണിക്ക് മാലയെ മിസ്റ്റർ ജാക്സൺ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിക്കണം. മിസ്റ്റർ ജാക്സണും മാലയും വെളിനാട്ടിലേക്ക് പോയിക്കൊള്ളട്ടെ. മാലയോടൊന്ന് നോ, തോന്നിക്കണ്ട. എന്റെ ആജ്ഞയാണ്. മിസ്റ്റർ ജാക്സൺ മാലയെ വിവാഹം കഴിക്കണം. എന്തു തന്നെ ആയാലും ജാക്സനെ ഞാൻ വിവാഹം കഴിക്കില്ല. ഇനി അതേപ്പറ്റി ചർച്ച ചെയ്തിട്ട് ആവശ്യമില്ല. മാലയും ജാക്സനുമായുള്ള വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. മാലയ്ക്ക് ഇഷ്ടമല്ലെന്ന് അച്ഛൻ അയാളോട് തുറന്നു പറയണം. തുറന്നു പറഞ്ഞാൽ ഇന്നുള്ളതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. ഇതെല്ലാം അച്ഛന് നേരത്തെ അറിയാമായിരുന്നില്ലേ? അച്ഛൻ എന്തിനു ഭയപ്പെടുന്നു? ആ വെള്ളക്കാരനാണ് അച്ഛന് ചെലവിന് തരുന്നത്. അയാളോട് ചില കടപ്പാടുകളും ബന്ധങ്ങളും എനിക്കുണ്ട്. അതിനുവേണ്ടി മകനെ ബലിയഴിക്കണമെങ്കിൽ ആ കടപ്പാടും ബന്ധവും നമുക്ക് വേണ്ട അച്ഛാ. എനിക്ക് വേണം. നീ ഇത് സമ്മതിച്ചേ തീരൂ. ഒരിക്കലും ഞാൻ അതിനെ സമ്മതിക്കില്ല. എന്റെ അവസാനത്തെ അപേക്ഷയാണ്. അച്ഛാ, അച്ഛന് വേണ്ടി എന്റെ ജീവൻ പോലും ഞാൻ ഉപേക്ഷിക്കാം. പക്ഷേ ഈ ബന്ധം ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മാലേ, നിനക്ക് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാം, രസിക്കാം, പണത്തിന് മുകളിൽ നൃത്തം ചെയ്യാം. അച്ഛാ, ആ സുഖമൊന്നുമില്ലെങ്കിലും ഇവിടെയുള്ളൊരു സാധാരണ ജീവിതം മതി എനിക്ക്. അച്ഛാ, ഇങ്ങനെ ഇഷ്ടമുള്ളവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനും മുതലെടുക്കാനുമല്ല ഇവരെ ഈ രീതിയിൽ വളർത്തിയത്. ശാന്തി, നീ പോകൂ. തുറന്നു പറയണം, അച്ഛൻ എന്തോ ഞങ്ങളെ മറയ്ക്കുന്നു. അതൊന്നും നിങ്ങൾ അറിയേണ്ടതില്ല. ഇന്ന് 6 മണിക്ക് മാല ജാക്സനുമായി പുറപ്പെടണം. ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞു. That's all. അച്ഛാ, ഒരച്ഛൻ മകളോട് പറയുന്ന വാക്കുകളാണോ ഇത്? ഇതിലും പേരും എന്നെ കൊണ്ട് എന്റെ ശവം നിങ്ങളുടെ ജാക്സന് കാഴ്ചവെക്കണം. എന്നാൽ ഞാൻ നിങ്ങളുടെ അച്ഛനല്ല. സത്യമാണോ പറയുന്നത്? സത്യമാണ്. അപ്പോൾ ഞങ്ങൾ വളർത്തുമക്കളാണോ? അച്ഛാ, നേര് പറയണം. ഞാൻ പേർഷ്യയിൽ താമസിക്കുമ്പോൾ ഒരു ആശുപത്രിയിൽ നിന്നും വാങ്ങിയ ഇരട്ടപെറ്റ കുട്ടികളാണ് നീയും കലയും. നിങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അച്ഛാ, പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ട് കള്ളം പറഞ്ഞ് ഞങ്ങളെ പുറന്തള്ളരുത്. എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാം. പക്ഷേ ഞങ്ങളുടെ അച്ഛനല്ലെന്ന് മാത്രം പറയരുത്. മാലേ, ഇതെല്ലാം സത്യമാണ്. ശാന്തി മാത്രമാണ് എന്റെ മകൾ. നമുക്ക് ഈ കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാക്കി തന്നത് ആ രഹസ്യ സംഘമാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വളർത്തി പ്രയോജനപ്പെടുത്തിയത്. ഇന്ന് അവരെ വെറുപ്പിച്ചാൽ നാളത്തെ സൂര്യോദയം
നമ്മൾ ആരും കാണുകയില്ല. ആ ജീവിതത്തിനേക്കാൾ മരണം എത്രയോ ഭേദമാണ്. സ്വന്തം മകളെ മാത്രം അങ്ങ് മാനമായി വളർത്തിയല്ലോ. കുട്ടിക്കാലം മുതൽക്കേ ഈ ജീവിത രീതി അങ്ങ് ഞങ്ങളെ ശീലിപ്പിച്ചു. തെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പരിഷ്കാരത്തിന്റെ തീച്ചൂളയിലേക്ക് അങ്ങ് ഞങ്ങളെ തള്ളിവിട്ടു. പെണ്ണല്ലേ, ഞങ്ങളും അത് കണ്ടും മതി മറന്നുപോയി. തെറ്റ് തിരുത്തേണ്ട അങ്ങ് പോലും ഇതെല്ലാം കണ്ട് സന്തോഷിച്ചതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എങ്ങനെ തെറ്റും ശരിയും തിരിച്ചറിയും? ഈ സുഖവും ആഡംബരവും ഞങ്ങൾക്ക് തന്നതിന് അങ്ങ് ശരിയായ പ്രതിഫലം പറ്റിയില്ലേ? ഇനി ഞങ്ങളെ കൊന്നുകൊള്ളൂ. എന്തിനു മടിക്കുന്നു? മക്കളെ, പണത്തിലുള്ള ആശ കൊണ്ട് ചില കൂട്ടുകെട്ടിൽപ്പെട്ടു. വിട്ടുപിരിയാൻ നിവൃത്തിയില്ലാതെ ഇതെല്ലാം ചെയ്തു. ഇപ്പോ ഞാൻ നിസ്സഹായനാണ്. എനിക്ക് നിങ്ങൾ മാപ്പ് തരൂ. ഞങ്ങളാരും മാപ്പ് തരാൻ? കുറ്റോരും മുടിയോരും ഇല്ലാതെ മറുനാട്ടിൽ പിറന്ന രണ്ട് അനാഥകൾ. വരൂ, നമുക്ക് പോവാം. നിനക്കെങ്കിലും ഒരു അച്ഛനുണ്ടല്ലോ. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇനി ഇതുപോലൊരു അച്ഛൻ ഞങ്ങളെ നശിപ്പിക്കാൻ ഇടവരാത്ത ഒരു ലോകം അന്വേഷിച്ചു. അവസാനമായി ഒരു പ്രാവശ്യം കൂടി അച്ഛനില്ലാത്ത ഞങ്ങൾ അങ്ങേ അച്ഛ എന്ന് വിളിച്ചുകൊള്ളട്ടെ. അച്ഛ, ഞങ്ങൾക്ക് യാത്ര തരും. ഇനി ഒരിക്കലും ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല. ഇന്നു മുതൽ നിങ്ങൾ എന്റെ മക്കളാണ്. എന്റെ മക്കൾ. സമാധാനം കാക്കണം. എന്റെ ആജ്ഞ ധിക്കരിച്ചാൽ ഇത്രയും കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിച്ചു. അതുകൊണ്ട് മാത്രമാണ് പേർഷ്യയിലെ എണ്ണഖനികളിൽ ജോലി ചെയ്തിരുന്ന ഒരു സാധാരണ തൊഴിലാളിയായി നിങ്ങൾ ഇന്നൊരു ലക്ഷപ്രഭുവായി തീർന്നു. അന്നു മുതൽ ഇന്നു വരെ എന്റെ ജീവനെ പോലും പണയപ്പെടുത്തിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ഇനി എന്നെ പിരിച്ചുവിട്ടേക്കണം. ഈ ജോലിയിൽ ഏർപ്പെട്ടാൽ മരണമല്ലാതെ പിരിച്ചുവിടലില്ല. ശരി, ഞാൻ അതിന് തയ്യാർ. എന്റെ കുട്ടികളെ മാലയെയും കരയെയും വിട്ടേക്കണം. നിന്റെ കുട്ടികളോ? ഉടനെ മാലയെ ഹോട്ടലിലും കലയെ ഇവിടെയും എത്തിക്കണം. അവസാനമായി ഒന്നുകൂടി ആലോചിക്കണം. എന്റെ കുഞ്ഞുങ്ങളെയെങ്കിലും. നമ്മുടെ സംഘത്തിന് വേണ്ടി വളർത്തിയ ബലിയാടുകളാണവർ. നിനക്ക് മറ്റ് യാതൊരു ബന്ധവുമില്ല. ഞാൻ അവരുടെ അച്ഛനാണ്. ആ ബന്ധത്തെക്കാൾ വലുതാണ് നമ്മളുടെ സംഘടന. പോകാം. ഇല്ല, ഞാൻ പോകുന്നില്ല. എന്റെ കുട്ടികളെ ഇനി ഞാൻ ഇവിടേക്ക് അയക്കുകയില്ല. രാജ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വെടിയുണ്ട ചെലവഴിക്കുന്നത് നന്ദികേടായിരിക്കും. ഓബേ ഓർഡർ. നാളെ 6 മണിക്ക് ജാക്സന്റെ റൂമിലും കല ഇവിടെയും എത്തണം. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ ബംഗ്ലാവിൽ ഒരു കുഞ്ഞു പോലും അവശേഷിക്കില്ല. Yes, 19. Yes, sir. Take him away. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? അയാൾ സമ്മതിച്ചോ? ഇനിയും ഞങ്ങൾ അടിമകളായി തന്നെ കഴിയണോ? വേണ്ട മാലെ, ഇതാ താക്കോ. ഇനി നീ വേണം എല്ലാം നോക്കാൻ. അച്ഛൻ എവിടെ പോകുന്നു? അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഇനി നിങ്ങളെ കണ്ടില്ലെന്നും വരാം. അച്ഛാ, എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം. പാടില്ല. ആ ശപിക്കപ്പെട്ട സ്ഥലം എന്റെ കുഞ്ഞുങ്ങൾ ഇനി കാണരുത്. മാലെ, ശാന്തിയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ വരട്ടെ. അച്ഛാ, സത്യം പറയണം. ഞാൻ ജാക്സന്റെ കൂടെ പോകാത്തത് കൊണ്ട് അച്ഛന് കിട്ടിയതല്ലേ ഈ ശിക്ഷ? അതെ മക്കളെ, അവസാനമായി ഈ ത്യാഗമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യട്ടെ. വേണ്ടച്ചാ, അച്ഛൻ അവർ കുരുതി കൊടുക്കും. അവന്റെ ആജ്ഞ ഞങ്ങൾ അനുസരിക്കാം. അച്ഛനും ജീവിക്കും, ഞങ്ങളും ജീവിക്കും. ഇനിയും നിങ്ങളെ ആ പിശാചുക്കളുടെ വലയിൽ വീഴാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇല്ലച്ചാ, ഞങ്ങൾ സന്തോഷമായിട്ട് പോവാം. വരുകനെ ശാന്തി, അച്ഛന്റെ മനസ്സ്
ഒരിക്കലും വേദനിപ്പിക്കരുത്. മാലെ, വിധിയുണ്ടെങ്കിൽ നമുക്കിനിയും കാണാം. അച്ഛാ, അച്ഛാ, ഞങ്ങൾ മക്കളെ, എന്റെ പൊന്നു മക്കളെ, അച്ഛാ, മകളെ. ഹലോ, മിസ്റ്റർ ജയചന്ദ്രനാണോ? അതെ. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു ഇൻഫർമേഷൻ. മാലയെ ഇന്ന് മിസ്റ്റർ ജാക്സൺ വെളിനാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോട്ടൽ എവറസ്റ്റിൽ നിന്ന് രാത്രി 8 മണിക്ക് പുറപ്പെടും. ഉടനെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഇനി പിന്നെ കാണാൻ സാധ്യമല്ല. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? നിങ്ങളുടെ ഒരു ബന്ധുവെന്ന് മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി. ഹലോ, ഹലോ. Darling, don't worry, darling. We are leaving tomorrow morning. Sweetheart, you're my love in Kerala. A cool drink, sir. You mind keeping it there? Sir, when Sahib Madam are going? Nala 6 manika. Understand? Is it correct, darling? A cool drink, sir. You clumsy idiot! Get out! Thank you, sir. Get out! Sweeper! Sweeper! Clean that up! I clean, you clean. Clean it up! I clean. May I speak to Mr. Jackson? You're speaking. Tickets arranged for the night flight itself. Is it? Flight at 8 p.m. Then definitely we must start now. Remember, your name in the ticket will be Mr. Taylor. Okay? Good luck. Thank you very much. Darling, do get ready. We are starting immediately. ഹലോ ഹലോ ഹലോ, അണ്ണാണോ? ആ, ഞാൻ തന്നെ കുഞ്ഞുണ്ണി. ആ, സാഹിബ് ഇപ്പൊ പുറപ്പെടും. ടെലിഫോൺ വന്നു, വേഗം വളഞ്ഞു. അതെ, കടന്നുകളി. ആ ആ, അതെ അതെ അതെ. ഹലോ, സാഹിബ് വന്നു. എന്റെ ഇടത്ത് വെച്ചിരിക്കുന്ന കയ്യിലൊരു ബംഗാള തോക്കുണ്ട്. എന്നെ ചിലപ്പോ തട്ടിക്കളയും. എന്നാ വേഗം എന്തിനാന്നുണ്ടെങ്കിൽ സാഹിബിനെ തട്ടിക്കളയും കേട്ടാ. കയ്യിൽ ഇടത്ത് വെച്ച് ശ്രദ്ധിക്കുന്നു. ഇനിയിപ്പോ എന്താ? Mr. Jackson, hands up. Give me the box. Mr. Jackson, I am intelligence officer Jayachandra. You are under arrest. Come on. Mr. Jackson, who are your people in the gang? Please tell me the truth. സാഹിബ്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ തന്റെ എല്ല് ഓരോന്നായിട്ട് ഊരിയെടുക്കണം. I'm not a criminal. എന്താണ് പറഞ്ഞത്? സായിപ്പ് കുറ്റക്കാരനല്ലെന്നാ പറയുന്നത്. മിസ്റ്റർ ജാക്സൺ, യു ആർ ഡൂയിങ് സ്പൈ വർക്ക് അഗേൻസ്റ്റ് അവർ കൺട്രി. ചുമ്മാ അടിച്ചുവിടണ. നമ്മുടെ നാട്ടിൽ ദോഷം ചെയ്യുന്ന കാര്യമല്ലോ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. No! Yes! For me, this spy work is a profitable business. കുഞ്ഞുണ്ണി, സായിപ്പിന് ഈ ചാരവൃത്തി ആദായമുള്ള തൊഴിലാണെന്നാ പറയുന്നത്. ഫസ്റ്റ് അമ്മയാളെ ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞത് സാഹിബിന്റെ ഭാഗ്യം. വ്യാലിത്തമ്പി തലവായ കേട്ടിട്ടുണ്ടോ? ഇതുപോലെ വീരവാദം പറഞ്ഞ സാഹിബുമാരെ പള്ളാത്തുരുത്തി ആറ്റിലാണ് കെട്ടിത്താത്തത്. കേട്ടാ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ. What? സാഹിബ്, യു സാഹിബുമാർ പള്ളാത്തുരുത്തി വേലിത്തമ്പി റിവർ. Officer, I will escape from this prison. കുഞ്ഞുണ്ണി, സായിപ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് നമ്മളെ വെല്ലുവിളിക്കുകയാണ്. ജാക്സൺ, യു കാണ്ട് എസ്കേപ്പ് ഫ്രം ഹിയർ. യു കാണ്ട്. ഇറ്റ്സ് എ ചലഞ്ച്. Yes. കുഞ്ഞുണ്ണി, സായിപ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ നമ്മൾ സായിപ്പിന് ചാരവൃത്തി ചെയ്യണം. എന്താ? യു സാഹിബ് ഗോവായി വെച്ച് കാണാം. ഇൻസ്പെക്ടർ, ഈ ജാക്സനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ പല ജയിലുകളും ചാടിയിട്ടുള്ള ഭയങ്കരനാണ്. സർ, എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തു. Hello? Airport?
ക്യാപ്റ്റൻ മിസ്റ്റർ ശങ്കർ പ്ലീസ്. ജാക്സനെ പറ്റി ചേട്ടന് വല്ലതും അറിയാമോ എന്ന് ഞാൻ ചോദിക്കട്ടെ. ശങ്കർ ഹിയർ. ആ ചേട്ടനാണോ? ഞാൻ ചന്ദ്രൻ. ആ കള്ളക്കടത്തുകാരനില്ലേ ജാക്സൺ, അവനെ ഞാൻ അറസ്റ്റ് ചെയ്ത് ലാക്കപ്പിലാക്കി. ഓഹോ. പിന്നെ ഇയാൾ ഏത് പേരിലാണ് പാസ്പോർട്ട് എടുത്തിരിക്കുന്നത്, ടിക്കറ്റ് എങ്ങോട്ടേക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ ചേട്ടനൊന്ന് അന്വേഷിച്ചറിയണം. ആ പിന്നെ ഒരു കാര്യം കൂടി, ഇയാളെ ഇതിനു മുമ്പ് ചേട്ടൻ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഇവിടെ പോലീസ് സ്റ്റേഷൻ വരെ വന്ന് അയാൾ നേരിട്ട് കാണണം. ആവശ്യമായ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ഞാൻ ഉടൻ തന്നെ അവിടെ വരാം. ഓക്കെ, താങ്ക് യു. ഇൻസ്പെക്ടർ, ഞാൻ അത്യാവശ്യമായിട്ട് വെളിയിലോട്ട് പോവുകയാണ്. എന്റെ ചേട്ടൻ ഇവിടെ വന്നാൽ ജാക്സൺ നേരിൽ കാണാമെന്ന് അനുവദിക്കും. യെസ് സർ. കലേ, സന്തോഷമായിരിക്കും. നമുക്ക് ഉടൻ തന്നെ ഈ നാട് വിട്ടു പോകാം. എന്റെ സഹോദരി ഇപ്പോൾ പേടിക്കണ്ട, ചന്ദ്രന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ ഉടൻ തന്നെ വരാം. ഇനിയും ഇതേ ജോലി തന്നെ ചെയ്യാൻ പോവുകയാണോ? ഏതായാലും ഇടപെട്ടു, ഇനി വിജയം വരെ നോക്കുക തന്നെ. ഓക്കെ. ടൈലർ എന്ന പേരിൽ ഇന്നൊരാൾ ഡൽഹിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ആ ആൾ വിമാനത്തിൽ പോയിട്ടുമില്ല. അപ്പോൾ അയാളായിരിക്കും ഈ ജാക്സൺ. അറസ്റ്റ് ചെയ്തുകൊണ്ട് എയർപോർട്ടിൽ എത്താൻ സാധിക്കും. ഓ, അവനെ പോലെ ഒരു ഭയങ്കരൻ ഈ ലോകത്ത് കാണുന്നു. ഏതായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചന്ദ്രനോട് പറയണം. ആ ദ്രോഹി എവിടെ? വരണം. നിങ്ങളാണോ ജാക്സൺ? Come here. ഇത് കണ്ടോ ഇൻസ്പെക്ടർ? ഇവൻ തന്നെയാണ് ജയിലർ. ശങ്കർ, ഏതായാലും നിങ്ങൾ ഇവിടെ വന്ന് ഇയാളെ നേരിൽ കണ്ടത് നന്നായി. സാഹിബേ, നിന്റെ വേലയൊന്നും എന്റെ അനിയന്റെ അടുത്ത് നടക്കില്ല. ആ കം, ഇതാ താടി. എന്തോ വിഷപ്രയോഗമാണ്. സായിപ്പ് നമ്മളെ പറ്റിച്ചളഞ്ഞല്ലോ.